നിങ്ങൾ പറഞ്ഞു ചർച്ച നടക്കുകയെന്ന് പറഞ്ഞു. ആരാ ചർച്ച നടത്തുന്നത്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ് നിലപാടെടുക്കും. എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ്, അല്ലേ? എവിടെയും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ്? ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLA-മാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLA-മാരും പങ്കെടുത്തു. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്, അല്ലേ? അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? KM മാണിയുടെ സ്മാരകം നിർമ്മിക്കാൻ കേരള സർക്കാർ തിരുവനന്തപുരത്ത് രാജകൊട്ടാരത്തോട് ചേർന്ന് 34 സെന്റ് സ്ഥലം അനുവദിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങുന്നു എന്ന വാർത്തകൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പാർട്ടിയുടെ നിലപാട് ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും ജോസ് വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണവുമുണ്ടാകും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. മാണി കേരള കോൺഗ്രസ് UDF-ലേക്ക് മടങ്ങുന്നു എന്ന വാർത്ത 2 ദിവസമായി കേരളത്തിൽ പ്രചരിക്കുന്നതിനിടെയാണ് ജോസ് കെ മാണിയുടെ വിശദീകരണം. സോണിയാഗാന്ധി ഡൽഹിയിൽ നിന്ന് ജോസ് കെ മാണിയെ വിളിച്ച് സംസാരിച്ചു എന്നുവരെ അഭ്യൂഹമുണ്ടായിരുന്നു. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജോസ് ഇന്ന് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. KM മാണി മരിച്ചതിന് ശേഷമുള്ള ബജറ്റ് പ്രസംഗത്തിൽ മാണിക്ക് തിരുവനന്തപുരത്ത് സ്മാരകം പണിയുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു.